കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചുവെന്ന പരാതി CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം സൗത്ത് LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തി. കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. UTUC ജില്ലാ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് RSP പ്രാദേശിക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ആരോപണം. ലിജോ റോളൻസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വോട്ട് മറിച്ചു എന്നാണോ പറയുന്നത് RSP? ഈ കൊട്ടിക്കലാശത്തിന് തലേ ദിവസം, അതായത് മാർച്ച് 6-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു പരാതി, ഏപ്രിൽ 6-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലുള്ളത് RSPയുടെ പ്രാദേശിക നേതാക്കളാണ്. അതായത് കൊല്ലം സൗത്ത് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സദു പള്ളിത്തോട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഏകദേശം 7-8 പ്രവർത്തകരാണ് ആ ദൃശ്യങ്ങളുള്ളത്. കൊല്ലത്ത് ബീച്ച് റോഡിൽ ഉള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ ചർച്ച നടക്കുന്നത്. ഏകദേശം 50 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയായിരുന്നു അവിടെ നടന്നത്. അതിൽ CPMന്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. അതായത് അതിന്റെ ഓഡിയോ ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. യഥാർത്ഥ ഓഡിയോയിനകത്ത് ഇത് സംബന്ധിച്ച് ഇവർ ചർച്ചകൾ നടത്തുന്നതും തീരദേശ മേഖലയിലെ വോട്ടുകൾ അത് ബിന്ദു കൃഷ്ണയ്ക്ക് എതിരായി അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതിൽ പങ്കെടുത്തിരിക്കുന്ന CPM നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഇക്ബാൽ പങ്കെടുക്കുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം ബേസിലാൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറായിട്ടുള്ള സവാദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ബിന്ദുകൃഷ്ണ ഒരു പരാതി ഉയർത്തുകയും അത് RSP നേതൃത്വം പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി അതിൽ കഴമ്പുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ട് അയാളെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ കൊല്ലം അസംബ്ലിയുടെ ചുമതലയുള്ള ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള ഗീതാകൃഷ്ണൻ തന്നെ ചേരുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു ഇപ്പോൾ ഇത്തരത്തിൽ, അതായത് RSP മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് വോട്ട് മറിക്കാനൊരു ശ്രമം നടത്തി എന്നുള്ളൊരു ആരോപണമാണ് വരുന്നത്. അല്ല, ആ ആരോപണത്തെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നില്ല. കാരണം RSP എന്ന് പറയുന്ന പാർട്ടിയെ ഇതിനകത്തോട്ട് പറയണ്ട. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. RSPക്ക് അകത്തുപെട്ട 3-4 പേര് അല്ലെങ്കിൽ 5-6 പേരാണ് ഇത്തരത്തിലൊരു ഡീല് CPMുമായിട്ട് നടത്തിയത്. അതിന് ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സംശയമുള്ളതുകൊണ്ട് വ്യക്തമായ നിലയിൽ ചില ആളുകളെ നമ്മൾ ഇതിൻ്റെ സ്പൈ വർക്കിനായിട്ട് തന്നെ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കൃത്യമായിട്ട് ഈ സംഭവിച്ച ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. കാരണം ഈ പറഞ്ഞ ലോക്കൽ സെക്രട്ടറി സദു പള്ളിത്തോട്ടം എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കകാലം തൊട്ടേ നമ്മളുമായിട്ട് സഹകരിക്കാതെ ചില വൈഷമ്യങ്ങൾ പറയുകയും മറ്റു ചില നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാനിത് RSP ജില്ലാ സെക്രട്ടറി എടുത്തും കൊല്ലം അസംബ്ലി സെക്രട്ടറി എടുത്തും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ RSP നേതാക്കൾ ഇത് ചർച്ച ചെയ്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് തൽക്കാലത്തേക്ക് ചുമതല മറ്റൊരാളിന് RSP കൈമാറുകയും ചെയ്തിരുന്നു. പരാജയം മുന്നിൽ കണ്ട് CPM നടത്തിയ ഒരു നീക്കമായിട്ടാണോ? അങ്ങനെയാണ് പലരും പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള മേൽക്കൈ നേടുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ആദ്യം വോട്ട് ചേർക്കുന്നു. കൊല്ലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 9,000 പുതിയ വോട്ടർമാരെ എൻറോൾ ചെയ്തതിൽ 7,500 പേരും കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റികൾ മുഖാന്തരം അല്ലെങ്കിൽ UDFന്റെ ബൂത്ത് കമ്മിറ്റികൾ മുഖാന്തരമാണ് പുതുതായിട്ട് എൻറോൾ ചെയ്തത്. അപ്പോൾ അവിടെ പോലും വ്യക്തമായ മേൽക്കൈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിനുണ്ടാകുന്നുവെന്ന് കണ്ടുകൊണ്ട് CPM ആകപ്പാടി വിഷമിച്ച് വെകളി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അവർക്കൊരു പിടിവള്ളി എന്നോണം കുറച്ചെങ്കിൽ അത്രയെങ്കിലും ഒരു ഇല്ല പറഞ്ഞ കണക്ക് മുങ്ങിച്ചാവാൻ പോകുന്ന ആൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിലും കയറി പിടിക്കുമെന്ന് പറയുന്ന കണക്കാണ് RSPയുടെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇയാളെക്കുറിച്ചുള്ള പരാതി നേരത്തെ തന്നെ നമ്മൾ RSP ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും അവർ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് ലോക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു സഖാവിന് ചാർജ് നൽകുകയും അയാൾ നമ്മളോടൊപ്പം കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതെ, 7 പേരാണ് അവർ ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതൊരു ഡീലിൻ്റെ, ഞാൻ അറിഞ്ഞത് ഇവരുടെ ഒരു വലിയ നേതാവ് ഈ ഡീലിൻ്റെ ഭാഗമായിട്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാ പറഞ്ഞത്. ആ കാര്യം ഞാൻ കണ്ടില്ല. നമ്മൾ കണ്ട വിവരം ഇവരെല്ലാം ഇവരെ വലിയ നേതാവ് പറഞ്ഞ അനുസരിച്ച് CPM നേതാക്കളെ ബോധ്യപ്പെടുത്താനാണ് ഇവരൊക്കെയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ഡീലിൻ്റെ ഭാഗമായിട്ട് ബോധ്യപ്പെടുത്താനാണ് ഇവരെല്ലാം ഹോട്ടലിൽ പറഞ്ഞു വിട്ടത്. ഈ വിവരം 6-ാം തീയതി രാത്രി 8:45 തൊട്ട് 9:30 വരെയാണ് ഇവരവിടെ യോഗം കൂടിയത്. യോഗം കൂടുന്ന കണക്ക് ഒരു കൂട്ടർ മാത്രം ഭക്ഷണം കഴിച്ചു. RSPക്കാർ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നത്. CPM നേതാക്കൾ അവിടെ നിന്നൊരു ചായ പോലും കുടിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അല്ല, ഇത് 6-ാം തീയതി രാത്രി ഈ വിഷയം നടന്നു. 7-ാം തീയതി രാവിലെ, കാരണം 6-ാം തീയതി രാത്രി 8:45 തൊട്ട് 9:30 വരെയാണ് ഈ ചർച്ച അവിടെ നടക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണിയായപ്പോൾ ഞാൻ ഈ വിവരം അറിഞ്ഞ് 7-ാം തീയതി നേരം വെളുത്തപ്പോൾ തന്നെ RSPയുടെ നിയോജകമണ്ഡലം സെക്രട്ടറിയെയും
അതുപോലെ തന്നെ RSP ജില്ലാ സെക്രട്ടറി ശ്രീ KS വേണുഗോപാലിനെ ഞാൻ ഈ വിവരം അറിയിച്ചു. അരമണിക്കൂറിനകം ജില്ലാ സെക്രട്ടറി എന്നെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീതാകൃഷ്ണൻ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ, അതായത് 8-ാം തീയതി രാവിലെ 10:30 മണിക്ക് RSP ഓഫീസിൽ സൗത്ത് ലോക്കൽ കമ്മിറ്റി പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. ഗീതാകൃഷ്ണൻ കൂടി അതിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അങ്ങനെ 8-ാം തീയതി രാവിലെ നടന്ന RSPയുടെ പ്രത്യേക ലോക്കൽ കമ്മിറ്റി, RSP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രത്യേക ലോക്കൽ കമ്മിറ്റിയിൽ ഞാൻ കൂടെ പങ്കെടുക്കുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്.